ട്രാം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല, അതൊരു ലെഗസി തന്നെയാണ്. സത്യജിത് റേയുടെ സിനിമകളിൽ കാണുന്ന വുഡൻ സീറ്റും അയൺ ട്രാക്കും നേരിയ പ്രകാശം നൽകുന്ന ഫ്ലൂറസൻ ലൈറ്റും എല്ലാം ഒരു വിൻറ്റേജ് ഫീൽ തന്നെയാണ്. ഈ 150 വർഷം പഴക്കമുള്ള ട്രാം ഇന്ന് ഇന്ത്യയിൽ കൊൽക്കത്തയിൽ മാത്രമാണുള്ളത്. കൂടാതെ ഏഷ്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാമും ഇവയാണ്. ട്രാമുകൾക്ക് ഓരോന്നിനും 2 കോച്ചുകളാണുള്ളത്. ആദ്യ കോച്ച് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റായി, മറ്റൊന്ന് ആദ്യ കോച്ചിനേക്കാൾ കുറഞ്ഞ നിരക്കുള്ള സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുമാണ്. 2013 വെസ്റ്റ് ബംഗാൾ സർക്കാർ 2 കോച്ചുകൾക്കും ഒരേ നിരക്ക് ഏർപ്പെടുത്തിയത്. അങ്ങനെ ക്ലാസ്ലെസ് ട്രാൻസ്പോർട്ട് മോഡായി മാറി. വെറും 5 രൂപ മുതൽ 10 രൂപ വരെ മാത്രം ടിക്കറ്റ് വരുന്ന ട്രാമുകൾ പലരും അവരുടെ ദൈനംദിന യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു. ട്രാമുകളുടെ ട്രാക്കും വാഹനങ്ങളുടെയും ഒരേ റോഡാണ് പങ്കിടുന്നത്. ആയതിനാൽ നഗരത്തിലെ ഗതാഗതം ഉയർത്തുന്ന ട്രാഫിക് കണക്കിലെടുത്ത് വെസ്റ്റ് ബംഗാൾ സർക്കാർ 150 റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ട്രാം സർവീസ് ഇന്ന് 2 റൂട്ടുകളിലായി മാത്രം ചുരുക്കിയിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ ട്രാം സർവീസ് നിർത്താനും തീരുമാനിച്ചിട്ടുള്ള വാർത്തകളും ഉണ്ട്. എന്നാൽ ജോയ് റൈഡായി ഒരു റൂട്ട് പ്രവർത്തനക്ഷമമായി തുടരും. ട്രാം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ അവസാന നഗരമായ കൊൽക്കത്തയിൽ ഇനി എക്സ്പ്ലനേഡിനും മൈതാനത്തിനും ഇടയിലുള്ള റൂട്ട് മാത്രമേ പ്രവർത്തിക്കൂ. വിക്ടോറിയ മെമ്മോറിയൽ പോലുള്ള ലാൻഡ്മാർക്കുകളിൽ കൂടി ഒരു ആനന്ദയാത്ര വാഗ്ദാനം ചെയ്യുന്ന ഈ റൂട്ട് ഒരു ഗൃഹാതുരമായ അനുഭവമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്.